പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ആ ഒരു മാന്ത്രിക പരിശീലനത്തിലേക്ക് നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഒത്തിരിയധികം സന്തോഷമുണ്ട്, ഒത്തിരി ആൾക്കാർ അതിന് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു ഇല്ലായ്മ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ ഒന്നുമില്ലാത്തവരായിട്ട് നമ്മൾ മാറുക ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, അത് സമൃദ്ധിയായി നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. അതൊരു ബൈബിളിൻ്റെ വാചകമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും, അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടും. ആരാണോ നന്ദിയില്ലാത്തത് അവനിൽ നിന്ന് അവളിൽ നിന്ന് അത് എടുക്കപ്പെടും. അപ്പം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇത് എവിടുത്തെ ന്യായമാണ്? പക്ഷേ ഉള്ള തരികിടയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? നമ്മളെല്ലാവരും ചിന്തിക്കും. കാര്യം എന്താ? ദുഷ്ടനെ പല പോലെ വളർത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് എന്താണോ നമ്മൾ നടണത് അതാണ് നമ്മൾക്ക് പുറത്തും ഉണ്ടാവണേ. കാരണം നമ്മൾക്കറിയാമല്ലോ, നമ്മളൊരു ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയൊക്കെ റെഡിയാക്കി നല്ല മണ്ണും വെള്ളവും ഒക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എന്തിൻ്റെ വിത്താണോ നമ്മൾ ഇടണത് ആ വിത്തായിരിക്കും ഒരു മരമായിട്ട് വരുന്നത്. ഒരു പൂച്ചെടിയാണ് നടണമെങ്കിൽ ഒരു പൂവിൻ്റെ ചെടിയായിരിക്കും വളർന്നു തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു കൃതജ്ഞതയുടെ ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ നട്ടാൽ അത് വളരെ നല്ല, ആദ്യമേ 2 ഇലയാവും, പിന്നെ അത് വളരെ പെട്ടെന്ന് വളർന്ന് അതൊരു വൻവൃക്ഷമാവും. ആ വൻവൃക്ഷത്തിൽ എന്ത് സംഭവിക്കും? ആ വൻവൃക്ഷത്തിലേക്ക് ഒത്തിരി അധികം കായ്കൾ കിട്ടും, കായ് ഭംഗിയുണ്ടാവും, ഒത്തിരി ആൾക്കാർക്ക് തണൽ കൊടുക്കും, അത് വീണ്ടും ഒരു മരമായിട്ട് മാറും, വീണ്ടും ആ ഒരു പ്രോസസ്സ് നടക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കൃതജ്ഞത അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ നമ്മൾക്ക് കുറച്ച് 2 ഇല വരും, പിന്നെ അത് കുറച്ച് വലുതാവും, വളരെ സ്ലോ ആയിരിക്കും. പക്ഷേ നമ്മളിത് എത്രയധികം സമയമെടുത്ത് മൈൻഡ്ഫുള്ളായിട്ട് അറിഞ്ഞ് നമ്മൾ കൃതജ്ഞത അർപ്പിക്കണോ, അത്രയും നമ്മളുടെ ജീവിതം വികാസം പ്രാപിക്കും. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര പേര് റെഡിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്? നന്ദി എന്ന ആ അത്ഭുതകരമായ ആ വാക്ക്, ആ പ്രവൃത്തി, ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു ബുക്കൊക്കെ എടുക്കുക. എപ്പോഴും നമ്മൾക്ക് കൃതജ്ഞത എഴുതാനായിട്ട് ഏറ്റവും നല്ല സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതി ഞാൻ ചെയ്യണത് ഒന്ന് രാവിലെ എഴുതും, പിന്നെ വൈകുന്നേരം കിടക്കാൻ പോണതിന് മുമ്പ് എഴുതും. ഈ 2 സമയമാണ് ഞാൻ എൻ്റെ കൃതജ്ഞതാ പ്രകാശനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് സമയമാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, 2 നേരം എഴുതിയാൽ നമുക്ക് ഒത്തിരി അധികം വ്യത്യാസം വരും. പക്ഷേ ഒരു നേരമെങ്കിലും എഴുതുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏത് മതത്തിലുള്ള ഒരാളാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മതം ഏതായാലും നിങ്ങൾക്ക് നന്ദിയുള്ള ഒരാളാവാം. അതിന് പ്രത്യേകിച്ച് വേറെ ഒരു മാനദണ്ഡമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മനസ്സ് നിറഞ്ഞ് ഹൃദയം കൊണ്ട് നന്ദി പറയണ ലെവലിലേക്ക് മാറാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് 28 ദിവസമാണ് ഈ ഒരു പ്രാക്ടീസിലേക്ക് പോണത്. ആ 28 ദിവസം നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്നറിയാമോ? നമ്മളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. അപ്പം നമ്മൾക്ക് എത്ര നന്നായിട്ട് നന്ദി പ്രകാശിപ്പിക്കണോ അത്ര അധികമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമുക്കത് കിട്ടാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് തന്നാലും നന്ദി കെട്ടവരാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ശിക്ഷ കിട്ടും. നമ്മുടെ ജീവിതം വീണ്ടും ദുരിതമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഇത് തീരുമാനിക്കും. അപ്പോൾ അത് റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രപഞ്ച നിയമം എന്താ പറയണത്? ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും
നമ്മൾ അവയെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എനർജി അതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. അതായത് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്നറിയാമോ, എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമല്ല എന്ന് പറയും. എനിക്ക് ഈ ജോലി ചെയ്തിട്ട് ഒരു പണവും കിട്ടണില്ല, ഈ ഒരു ബിസിനസ് എനിക്കത് ഇഷ്ടമല്ല, ഇത് ചെയ്തിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്, എനിക്കൊരു പങ്കാളിയെ കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ ആർക്കും പങ്കാളിയൊന്നും കിട്ടണില്ല, പിന്നെ ഞാൻ എവിടെ നിന്നാണ് കണ്ടെത്തുക? ഞാൻ ഒത്തിരി അധികം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെയോ ഒരാളും വിലമതിക്കണില്ല. എനിക്കാണെങ്കിൽ ഞാൻ എത്ര ആൾക്കാരെ സഹായിച്ചാലും അവരെല്ലാവരും എന്നെ തേച്ചിട്ട് പോവാണ്. അപ്പം നമ്മൾ ചോദിക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ നമ്മളോട് പറയുന്ന വാക്കുകൾ എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളാണ് പറയണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ തന്നെ നമ്മളെ തേടിയെത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന ഭാഷ, നമ്മളോട് സംസാരിക്കുന്ന ഭാഷ ഒന്ന് മാറ്റണം. നമ്മൾ എന്ത് പറയണം? എനിക്ക് ഈ ഒരു ജോലി ഉള്ളതിന് ഞാൻ ഒത്തിരി നന്ദിയുള്ള ഒരാളാണ്, ഈ ജോലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു ജോലി ഉള്ളതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, അവരുടെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് എനിക്കിത് സഹായമാവുന്നുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും ഈ ഒരു ജോലി ഉള്ളതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. സോ ആ ജോലി തരുന്ന സ്ഥാപനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കണം. അതിലുള്ള എൻ്റെ ഓരോ കൊളീഗ്സും അവരെനിക്ക് തരുന്ന സപ്പോർട്ടും കരുത്ത്, അതാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ വീണ്ടും ഗ്രോ ചെയ്യാനായിട്ട് എനിക്ക് എനർജി ആവുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങണം. കാര്യം എന്താ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അതില്ലാത്ത ആൾക്കാരുടെ ഒരു സ്വപ്നമാണ്. ഒരു ജോലിയില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് ഈ ഒരു ജോലി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അപ്പം പല ആൾക്കാരുടെ ആഗ്രഹങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്നത്, പക്ഷെ നമ്മളവയെ വിലയോടെ കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾക്ക് പുരോഗതി പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതം മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്തണം. കാരണം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പുരോഗതി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ചിന്തകളെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റുക. അപ്പം നമ്മുടെ ലൈഫിലൊരു മാന്ത്രികത വരും. നമ്മൾ ശരിക്കും ഇപ്പം നമ്മൾ ആരാണെന്നുള്ളതോ നമ്മൾ എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണോ എന്നുള്ളതോ ഒരു വിഷയമല്ല. പക്ഷെ നമ്മളൊരു നന്ദിയുള്ള ഒരാളായിട്ട് മാറി ആ കൃതജ്ഞതയുടെ മാന്ത്രികത നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മാന്ത്രികമായിട്ട് മാറും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ഒത്തിരി അധികം ആൾക്കാർ, എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ഒത്തിരി അധികം ആൾക്കാർ ഈ ഒരു 2 വർഷക്കാലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ഓരോ ദിവസവും വരുന്ന ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഞാൻ മാഡത്തിൻ്റെ കൂടെ ഈ 28 ദിവസം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു, എൻ്റെ തൊഴിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് പുരോഗതി ഉണ്ടായി, എൻ്റെ ബിസിനസ്സിൽ ശരിക്കും ഒരു ട്രൈ ആയിട്ടിരുന്ന ബിസിനസ്സാണ്, പക്ഷെ ഇപ്പം എനിക്ക് കസ്റ്റമർ കൂടി വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പോലും സമയമില്ല. എൻ്റെ എല്ലാ രീതിയിലും വളരെ അത്ഭുതകരമായിട്ടുള്ള പുരോഗതി എൻ്റെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റി. എൻ്റെ തകർന്ന ബന്ധങ്ങൾ എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എൻ്റെ തന്നെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കൊടും ദാരിദ്ര്യത്തിലൊക്കെ ഇരുന്നിട്ട് വീടൊന്നും വെക്കാൻ പറ്റില്ല, എൻ്റെ ലൈഫ് ഫുൾ തീർന്നു, ഞാൻ എന്ത് ചെയ്യാനാ, പൊട്ടി ഇങ്ങനെ മഴയൊക്കെ ചോർന്ന് കിടക്കുന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇവർ ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? 1 വർഷത്തിൽ അവർ പുതിയ വീട്ടിലേക്ക് മാറി. അവരുടെ ലൈഫ് തന്നെ മാജിക്കലി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലും ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ആ ഡ്രീം ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് 28 ദിവസം എൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസിൽ കൺസിസ്റ്റൻ്റായിട്ട് നിലകൊള്ളുക. റെഡിയാണോ? അപ്പം നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പറ്റും. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ഒത്തിരി അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയിൽ മാറ്റാനായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു VR ഫാമിലിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ
ഒരു 3 വർഷം മുമ്പോ 4 വർഷം മുമ്പോ ഇട്ടൊരു വീഡിയോ അതിൻ്റെ അകത്ത് പോയി കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് പോയാൽ ഞാൻ ഓൾമോസ്റ്റ് ആദ്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ അന്ന് എടുത്തേക്കണതാണ്. ആ വീഡിയോ നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ വന്ന ചേഞ്ചസ് എനിക്കറിയില്ല. അത്രയും ചേഞ്ചസ് എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സമ്പത്തിൻ്റെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കരിയറിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഒത്തിരി അധികം അബണ്ടൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി അധികം ഒരിക്കലും ഇല്ലാത്ത അത്രയും സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലളിതമായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നോക്കുക. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നേരം ഒന്ന് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ആ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ബ്ലെസ്സിങ്, ഒന്ന് എഴുതാൻ തുടങ്ങുക. പറ്റുവാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ ഒരു 50 ബ്ലെസ്സിങ് അങ്ങ് എഴുതാം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കാണാൻ പറ്റി, അതൊരു ഭാഗ്യം തന്നെയാണ്. എത്രയധികം ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം എണീക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അതും വളരെ ഭാഗ്യമാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയുവാണ്. എനിക്ക് ഈ അനന്തമായിട്ടുള്ള പരിപാലനയിൽ ഒരു പ്രഭാതം കൂടി കാണാനായിട്ട് അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എഗെയിൻ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ട്. എത്രയധികം ആൾക്കാരാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയേക്കണത്. അവരുടെ ജീവിതത്തിൽ അവർ ആരോഗ്യത്തെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലുള്ള ആരോഗ്യത്തെ ഞാൻ കാണുന്നുണ്ടോ? ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? ഈ നല്ല ആരോഗ്യമുള്ള സമയത്തല്ലേ ഞാൻ ദൈവത്തോട് നന്ദി പറയേണ്ടത്. പക്ഷെ ഞാൻ എത്ര അധികം അനുഗ്രഹമുള്ള ഒരാളാണെന്ന് ഞാൻ കാണുന്നുണ്ടോ? എൻ്റെ ഓരോ അവയവങ്ങളും എത്രയധികം സൂക്ഷ്മമായിട്ടാണ് ആ ഫങ്ഷൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ അവയ്ക്ക്, എൻ്റെ കാലുകൾക്ക്, കൈകൾക്ക്, എൻ്റെ കണ്ണുകൾക്ക്, ചെവിക്ക്, എൻ്റെ ഓരോ ഓർഗൻസും എത്ര സൂക്ഷ്മമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അവയ്ക്ക് ഓരോന്നിനും ദൈവത്തിന് നന്ദി പറയുന്നു. എത്രയധികം ആൾക്കാർ, കണ്ണില്ലാത്തവർ, കാഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എത്രയധികം എന്നെ അധികം സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ ഓരോ അവയവങ്ങളെയും ഓർത്തിട്ട് അവ എത്രയും പൂർണ്ണമായിട്ട് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഓരോ ഓർഗൻസിനെയും സമർപ്പിച്ച് നമ്മൾ നന്ദി പറയുക. ഇന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം, എത്രയധികം ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഇന്നത്തെ ദിവസം വേദനയോടെ കിടന്നുറങ്ങുന്നുണ്ട്, വിഷമത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലഭിച്ച ആ ഭക്ഷണത്തിന് നമുക്ക് നന്ദി പറയാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധികം സ്നേഹിക്കാനായിട്ട് എത്ര അധികം ആൾക്കാരുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയുമുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പങ്കാളിയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ, എന്നിട്ട് അവർക്കൊന്ന് നന്ദി പറഞ്ഞേ. നമ്മുടെ തൊഴിൽ, ആ തൊഴിൽ നമ്മൾക്ക് തരുന്ന ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല വരുമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഓരോ ആൾക്കാരുടെയും സ്വപ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പണം മുടക്കാനായിട്ടുള്ള പണം നമുക്ക് ഓരോ മാസവും തരുന്നത് നമ്മുടെ കരിയറാണ്. അതിന് നന്ദി പറയാം. ആ അവസരം തന്ന ആ ഓർഗനൈസേഷന് നല്ല ഉയർച്ച വരട്ടെ എന്ന് ആശംസിക്കാം. ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയ, നിങ്ങളുടെ ജീവിതത്തെ ഇത്രയും ശക്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ഓരോ മനുഷ്യരെയും, ഓരോ ഗുരുക്കന്മാരെയും, നിങ്ങളെ സത്യത്തിൽ നിങ്ങളെ താങ്ങി നിങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളൊരു കുടുംബ ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയും, നിങ്ങളുടെ അധ്യാപകരെ ഓരോരുത്തരെയും സമർപ്പിച്ചിട്ട് നിങ്ങളൊന്ന് നന്ദി എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര നന്ദി എഴുതാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു നന്ദി എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നും ഇന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടാൻ തുടങ്ങും. ഒത്തിരി അധികം മനോഹരമായിട്ടുള്ളൊരു ജീവിതത്തിലാണല്ലോ ദൈവം എന്നെ കൊണ്ടുവന്നേക്കണം എന്നുള്ളൊരു മനോഭാവം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ശുഷ്കമായ, ശൂന്യമായ ആ ചിന്തകൾ നിങ്ങൾക്ക് പോകും. ഒപ്പം അതിലേക്ക് നിങ്ങൾക്ക് എന്തു വരും? കൃതജ്ഞതയുടെ, അബണ്ടൻസിൻ്റെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് നിറയും. ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഓരോ ആൾക്കാരെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ
അവരെ നിങ്ങൾക്ക് അവരുടെ കൂടെ ചെലവഴിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം നൽകുന്ന അനന്തമായ പരിപാലനയ്ക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കാനായിട്ടുള്ള, ഞാൻ തന്നെ ഒരു ട്രൂ ബ്ലെസ്സിങ് ആണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മികച്ച ആരോഗ്യം വേണം, നല്ല ജോലി വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സന്തോഷം വേണം, നമുക്ക് വെൽത്തി ആവണം, അല്ലെങ്കിൽ നമ്മൾ കരിയറിൽ എപ്പോഴും ഒരു അഡ്വാൻസ്മെൻറ്റ് വേണം, ബിസിനസ്സിൽ എപ്പോഴും ഒരു അബണ്ടൻസ് വേണം. ഇങ്ങനെ നമ്മൾക്ക് എല്ലാത്തിലും കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? ഒരു ചിലവുമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒഴുക്കണം എല്ലാവരിലേക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഒരാളുടെ കുശുമ്പോ അസൂയോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. നമ്മളെല്ലാവരെയും ബ്ലസ് ചെയ്യണം. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ബ്ലസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളിന്ന് കിടന്നുറങ്ങുക. അപ്പോൾ നമ്മൾ നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓരോ 28 ദിവസവും നമ്മൾ പുതിയ എങ്ങനെ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്യാമെന്ന് പുതിയ രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് എഴുതാൻ മറക്കരുത്. കാര്യം എന്താ? നമ്മൾ ഓരോ ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിലേക്കും 100 കണക്കിന് 1000 കണക്കിന് അപ്രിസിയേഷൻസ് നമ്മൾ വരും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കാൻ പഠിക്കണം. കൊടുക്കും തോറും കൂടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ അനുഗ്രഹങ്ങളുടെ പെരുമഴ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.